ഒട്ടും വഴുവഴുപ്പില്ലാതെ തന്നെ എളുപ്പത്തിൽ വെണ്ടയ്ക്കാത്തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 400 ഗ്രാം വെണ്ടയ്ക്ക ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കനം കുറച്ച് വേണം കട്ട് ചെയ്യാൻ. പിന്നെ വലിയൊരു സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലോട്ട് ആ സവാള ഇട്ട് കൊടുക്കണം. സവാള ചെറുതായിട്ട് അരിയണം. പിന്നെ 4 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള കുറച്ചൊന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലോട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും ഇട്ട് കൊടുക്കണം. ഒരു 7-8 ടേബിൾ സ്പൂൺ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക പകുതി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ചെറിയ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പെല്ലാം മാറിക്കിട്ടും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ വെണ്ടയ്ക്ക അടച്ചു വെച്ച് വേവിക്കരുത്, ഇതുപോലെ ഇളക്കി കൊടുക്കുകയാകാവൂ. വെണ്ടയ്ക്ക പകുതി വെന്ത് കഴിയുമ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ഇടയ്ക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ വെണ്ടയ്ക്കയ്ക്ക് ഒട്ടും വഴുവഴുപ്പ് കാണത്തില്ല. വെണ്ടയ്ക്കയൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു.